Hello guys, welcome back to my channel cpcreation. It's me Adnan. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ബോയയുടെ BY M1 എന്ന് പറഞ്ഞ ഒരു കോളർ മൈക്ക് ആണ്. യൂട്യൂബിലെ പ്രൊഫഷണൽസ് മുതൽ ബിഗിനേഴ്സ് വരെ ഉപയോഗിക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൈക്ക് ആണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒരേപോലെ അവൈലബിൾ ആണ്. 999 രൂപയാണ് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞത്. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട്. ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ആ അൺബോക്സിംഗ് വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഈ ആമസോണിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ പുറത്ത് കിട്ടുന്ന ഈ കാർഡ്ബോർഡ് ബോക്സ് എന്തായാലും കത്തിച്ച് കളയണം. ഒരു കാരണവശാലും പുറത്തോ വീട്ടിലോ എവിടെയും വെച്ചേക്കരുത്. ഓക്കെ, ജസ്റ്റ് അൺബോക്സ് ചെയ്യാണ്. കിട്ടിയതിന് ശേഷം നല്ല സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകിയതിന് ശേഷം മാത്രം ഈ നിങ്ങൾ എവിടെയെങ്കിലും തൊടുക അല്ലെങ്കിൽ എടുക്കുക. ഓക്കെ, ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മളത് തുറന്നു. അപ്പോൾ ഉള്ളിലായിട്ടൊരു ബില്ലും ഈ നമ്മളുടെ BY M1 എന്ന പ്രൊഡക്റ്റുമാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതിന് ശേഷം ഒരു കസ്റ്റമർ കോപ്പി ബില്ലുമാണുള്ളത്. ജസ്റ്റ് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമുക്കുള്ള ഈ ബോക്സും തുറന്നു നോക്കാം. ബോക്സിന് മുകളിലായിട്ട് നമുക്ക് ബോയ എന്നൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. BY M1 എന്ന പ്രൊഡക്റ്റ് നെയിമും കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഉള്ള ഇതൊന്ന് ഇങ്ങോട്ട് സ്ട്രാപ്പ് ചെയ്തതിന് ശേഷം അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഉള്ളിലായിട്ട് നമുക്കൊരു പൗച്ച് കാണാൻ സാധിക്കും. നമ്മളുടെ മൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലാണുള്ളത്. ആ മൈക്കും അതിനുള്ളിലുള്ള മൈക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് പുറത്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് മൈക്കിൻ്റെ വയറും അതിനുശേഷം ഒരു ചെറിയൊരു കവറിൽ സംഭവം കുറച്ച് സാധനങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഇതിന് 3.5 മീറ്റർ നീളം വരുന്നുണ്ട്. ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ കവറിൽ എന്താണുള്ളത് നോക്കാം. കവറിൻ്റെ ഉള്ളിൽ നമുക്ക് ഹൂക്കും സ്പോഞ്ച് പൗച്ചോ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് തുറന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് മാറ്റി വെക്കാം. ഫസ്റ്റ് നമ്മളുള്ളത് മൈക്ക് നമ്മളുടെ ഷർട്ടിൽ കൊടുക്കാനുള്ള ഹൂക്കാണ്. അതിനുശേഷം സ്പീക്കറിലേക്കും അങ്ങനത്തെ ഇതിൽ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടബിൾ പിന്നാണ്. മൈക്കിൻ്റെ സൗണ്ട് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്പോഞ്ച്. അതിനുശേഷം ഒരു ചെറിയൊരു ബാറ്ററി. അത് നിങ്ങളിപ്പോൾ ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അതിലിടേണ്ടതാണ്. ഒക്കെ ജസ്റ്റ് കാണിച്ചു തരാം എവിടെയാണ് ഇത് ബാറ്ററി ഇടേണ്ടതെന്ന്. ജസ്റ്റ് ഇതൊന്നിങ്ങനെ തിരിച്ച് തുറക്കുക. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് തുറക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഹോള് കാണാൻ സാധിക്കുന്നതാണ്. അവിടെയാണ് നിങ്ങൾ ബാറ്ററി ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം ഇവിടെയാണ് ബാറ്ററി ഇൻസേർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ക്യാമറയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രം അത് ഓണാക്കി വയ്ക്കുക. ഫോണിൽ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ബാറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുക. ഒരിക്കലും ഈ ബോക്സ് ഇവിടെ വെച്ചേക്കരുത്. അത് വേഗം തന്നെ കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ ഇവിടുന്ന് ഒഴിവാക്കുകയോ ചെയ്യേണ്ടതാണ്. ഇനി പൗച്ചിനുള്ള വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് ബോക്സിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് പൗച്ച് നല്ലൊരു പൗച്ച് തന്നെയാണ്, നല്ല ക്വാളിറ്റി ഉള്ളൊരു പൗച്ച് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്യാരി ചെയ്യണമെന്നിട്ട് സ്റ്റീലിട്ട് കൊണ്ടാം. ഓക്കെ, അപ്പോൾ ബോക്സിൽ എന്താ ഉള്ളത് നോക്കാം. ബോക്സിൽ നമുക്കിനി വരുന്നത് ഒരു മാനുവലും പിന്നെ ഒരു വാറൻറ്റി കാർഡുമാണ്. ഇപ്പോൾ നമ്മൾ മൈക്കിൻ്റെ വോയിസ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഞാൻ മൈക്കിലൂടെയാണ് സംസാരിക്കുന്നത്. ഞാൻ മൈക്കിൽ ലോ വോയിസിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് മൈക്കൊന്ന് ഓഫ് ചെയ്യാണ്. ഓക്കെ, ഞാനിപ്പോൾ മൈക്ക് ഓഫാക്കി. ഞാൻ നേരത്തെ പറഞ്ഞ അതേ സൗണ്ടിലാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ക്ലാരിറ്റി ഉണ്ട് എന്ന സൗണ്ടിൽ. ഓക്കെ, അപ്പോൾ ഞാൻ മൈക്കിലേക്ക് തന്നെ വീണ്ടും മാറ്റി. ഓക്കെ, അപ്പോൾ നല്ലൊരു മൈക്ക് തന്നെ, നല്ല സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.